ഗോവൻ സീരീസിന്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടിട്ടില്ലാത്തവർ അത് ആദ്യം ഒന്ന് കാണുക, എന്നിട്ട് വേണം ഈ പാർട്ട് 2 കാണാനായിട്ട്. പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഈ പാർട്ട് 2 കാണുക. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോവയിൽ ചെക്ക് ഇൻ ചെയ്യുന്നവരെയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതിനകത്ത് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മുതൽ നൈറ്റിലെ ഡിന്നർ വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ചൂടുണ്ട് ഗോവയിൽ, എന്നാലും എന്തൊക്കെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ എല്ലാവരും നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ നമ്മൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ താഴെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് രാവിലെ 7 മണി മുതൽ 10:30 മണി വരെയാണ് അവൈലബിൾ എന്ന് അവർ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ബുഫേ സ്പ്രെഡ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കുറേ പിക്കിൾഡ് വെജിറ്റബിൾസും അതുപോലെ പേസ്ട്രീസ്, സ്പ്രൗട്ട്സ്, സാലഡ്സ് ഇതെല്ലാമാണ് ആദ്യം തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മഫിൻസ്, അതുപോലെ ബ്രെഡ്, അങ്ങനത്തെ ഐറ്റംസ്, വീറ്റ് ബ്രെഡ്, നോർമൽ ബ്രെഡ്, ഗോവൻ ഭാജി, എല്ലാ ഐറ്റംസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ഐറ്റംസ് കാണിച്ചു തരാം. നമ്മളോട് എല്ലാവരോടും 11 മണിക്കാണ് താഴെ ലോബിയിൽ അസംബിൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തേക്കുന്ന നമ്മളുടെ ക്യാബ് താഴെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് താഴെ ലോബിയിലോട്ട് പോകണം. ഈ ബുഫേ സ്പ്രെഡിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും ഞാൻ കണ്ടില്ല ഇതുവരെ. എല്ലാം നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഡിഷസ് ആണ്. അങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു ചെറിയൊരു ബുഫേ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഇനി കഴിച്ചു നോക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 2 ടൈപ്പ് ജ്യൂസ് ഇവിടെ ഇരിപ്പുണ്ട്. വാട്ടർമെലണും അതുപോലെ ഓറഞ്ച് ജ്യൂസുമാണ്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ട്. ഇതൊരു ലൈവ് കൗണ്ടറാണ്. ഇവിടെ എഗ്ഗിൻ്റെ പല ഐറ്റംസ് ഇവരിവിടെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ടീ, കോഫി അതും അവരിവിടെ ലൈവായിട്ട് അപ്പോഴും തന്നെ ചെയ്തു തരികയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് താല്പര്യം. പക്ഷേ ഇവിടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് കഴിച്ചു. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നോർമൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഇവിടെ എല്ലാവരും ലോബിയിലൊക്കെ അസംബിൾ ചെയ്ത് ഇവിടെ രാവിലെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ ക്യാബ് അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ട്രാഫിക്കായി കഴിഞ്ഞു ഇവിടെ. രാവിലെ നമ്മൾ കണ്ട കണക്കല്ല. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നമ്മളുടെ ക്യാബിലോട്ട് കയറി. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഓൾ ഗോവയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗോവയുടെ തലസ്ഥാനമായ പനാജിക്ക് അടുത്ത് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ച് ഉണ്ട്. ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ എനിക്ക് കണ്ടിട്ട് നമ്മളുടെ കേരളത്തിൽ കൂടെ പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭൂപ്രകൃതി വളരെയധികം സാമ്യമുണ്ട് നമ്മുടെ കേരളവുമായിട്ട്. ഗോവയിൽ ശരിക്കും പറഞ്ഞാൽ 6 or 7 നദികളുണ്ട്. അതിൽ മണ്ടോവി എന്ന് പറയുന്ന ആ ഒരു നദിയുടെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് ഏകദേശം 400 വർഷം പഴക്കമുണ്ട് കേട്ടോ. 1605 ഇത് കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചേക്കുന്നത്. ഇത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് 1500 അദ്ദേഹം മരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം ഇതുവരെ ഡീക്കേ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. യാതൊരു കെമിക്കൽസോ ഒന്നും ചേർക്കാതെയാണ് ആ ബോഡി ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കപ്പെട്ടേക്കുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് അകത്തോട്ട് ക്യാമറയൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിൽസ് ഒന്നും എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പം എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു ഫീല് തന്നെയാണ്. നമുക്ക് ആ ബോഡി അവിടെ വെച്ചേക്കുന്നത് ഒരു സിൽവർ കാസ്കറ്റിനകത്താണ് അത് വെച്ചേക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ബസിലിക്കയാണ് ഈ ബസിലിക്ക ഓഫ് ബോം ജീസസ്. ബോം എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ ബസിലിക്ക ഓഫ് ഇൻഫൻറ്റ് ജീസസ് എന്നും ഇത് അറിയപ്പെടും. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇത് ശരിക്കും വന്ന് കാണേണ്ടുന്ന ഒരു ചേർച്ച് തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളും എല്ലാം അതിഗംഭീരമാണ്.
അപ്പോൾ ഇവിടെ ഗൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങളൊരു ഗൈഡിൻ്റെ സർവീസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ക്ലൈമറ്റിലാണ് ഞങ്ങളിവിടെ ഗോവ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സൗത്ത് ഗോവയിലെ പോണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. തിരുപ്പതി ബാലാജി പത്മാവതി ടെമ്പിൾ. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. പക്ഷേ ഇതിപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അമ്പലം അടച്ചേക്കുകയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വെളിയിൽ നിന്ന് അമ്പലം കണ്ടിട്ട് നമ്മളിങ്ങിറങ്ങി. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും നല്ല വിശപ്പായി കേട്ടോ. അപ്പോൾ ഇവിടെ പനാജിയിൽ റിറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന ടിപ്പിക്കലായിട്ടുള്ള ഗോവൻ താലി മീൽസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അവിടെ ഈ ഫിഷിൻ്റെ താലി മീൽസാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കെന്നാൽ ഇനി അവിടെ പോയിട്ട് ഈ മീൽസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ടിപ്പിക്കൻ ഗോവൻ താലി മീൽസ്. അപ്പോൾ ഇതാണ് ടിപ്പിക്കലായിട്ടുള്ള ഗോവൻ ഫിഷ് താലി മീൽസ്. അപ്പോൾ അവർ വൈറ്റ് റൈസ് ആണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. വൈറ്റ് റൈസ്, പപ്പടം, പിന്നെ ഒഴിക്കാനായിട്ട് വലിയൊരു ടംബ്ലറിനകത്ത് ഫിഷ് കറി തരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ചിപ്പി ഉണ്ടല്ലോ, ചിപ്പി ഇറച്ചി, അത് തോരൻ വെച്ചത്, പിന്നെ അതുപോലെ ഉണക്കക്കൊഞ്ചിൻ്റെ ഒരു തോരൻ, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്. അത് മറ്റേ റവയിലൊക്കെ മുക്കി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. പിന്നെ ഒഴിക്കാനായിട്ട് വേറെയും 2 ടൈപ്പ് ഫിഷ് കറി ഉണ്ട്. ഒരു തനതായിട്ടുള്ള ഒരു ഗോവൻ സ്റ്റൈലിലുള്ള ഒരു ലഞ്ച് തന്നെയായിരുന്നു അത്. പിന്നെ ഈ ഗോവൻ സ്റ്റൈൽ ലഞ്ച് എല്ലാ പേർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ കറികൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി എല്ലാവരും നല്ല വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ടൈം ഏകദേശം 3 മണിയായി കേട്ടോ. അപ്പം നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ലുക്കൗട്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതെല്ലാം പഞ്ചിം അല്ലെങ്കിൽ പനാജി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഒരു 2 ടയർ രീതിയിലാണ് ഇവിടെ റോഡൊക്കെ പോയേക്കുന്നത്. ഈ കാണുന്നതാണ് അടൽ സേതു. അപ്പം ഇന്ത്യയിലുള്ള 3ാമത്തെ ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഏകദേശം 5 കിലോമീറ്റർ നീളമുണ്ട് ആ ബ്രിഡ്ജിന്. 2019 ആ ബ്രിഡ്ജ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. മണ്ടോവി റിവറിന് അക്രോസ് ആയിട്ട് തന്നെയാണ് ഈ അടൽ സേതു പണിഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 2 വീലേഴ്സ് അല്ലെങ്കിൽ 3 വീലേഴ്സിനൊന്നും എൻട്രി ഇല്ല. നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. ഇവിടെ നിറയെ ക്രൂയിസസ് ഉണ്ട്, അതുപോലെ കാസിനോസിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിച്ചു. ഈ മണ്ടോവി റിവറിലെ നൈറ്റിലുള്ള ആ കാഴ്ചകൾ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ, എനിക്ക് കണ്ടിട്ട് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൺസ്ട്രക്ഷൻ ശൈലിയും ഒരു വ്യത്യസ്തമാണ്. അതുപോലെ ഇവർ യൂസ് ചെയ്യുന്ന കളർ തീംസ്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഡോണ പൗല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കാണാനാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ല. ഏകദേശം ഒരു 1 കിലോമീറ്റർ നമുക്ക് താഴത്തേക്ക് നടന്നു പോകണം ആ വ്യൂ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലുക്കൗട്ട് പോയിന്റാണിത്. ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അറേബ്യൻ സീ മണ്ടോവി റിവറുമായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടെയാണിത്. വ്യൂ പോയിന്റിലോട്ട് എത്തുമ്പോൾ തന്നെ ഇവിടെ കുറേ കടകളുണ്ട്. എല്ലാം ചെറിയ ചെറിയ കടകളാണ്, ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഗോവൻ ഡ്രസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വ്യൂ പോയിന്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. 50 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. കയറി വരുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അല്ലേ. നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയാൽ കാണാനായിട്ട്. ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഏരിയയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അജയ് ദേവ്ഗൻ അഭിനയിച്ച സിംഗം എന്ന് പറഞ്ഞ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ 1 കിലോമീറ്റർ നടന്ന് വന്നിട്ട് നല്ല ടയേർഡായിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറിയിട്ട് ഇവിടെ ഒരു ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മണ്ടോവി റിവറും അതുപോലെ അറേബ്യൻ സീ എല്ലാം കൂടെ നല്ല ഭംഗിക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കയറി കാണാം. ഈ കാണുന്ന സ്റ്റാച്യൂസിൻ്റെ പേരാണ് ഇമേജ് ഓഫ് ഇന്ത്യ. അതിൽ ഒരെണ്ണം മദർ ഇന്ത്യ, മറ്റേത് യങ് ഇന്ത്യ, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ഈ വ്യൂ പോയിന്റിന് ഡോണ പൗല വ്യൂ പോയിന്റ് എന്ന് പേര് വരാനായിട്ട് ഒരു കഥയും കൂടെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഗോവൻ വൈസ്രോയുടെ മകളുടെ പേരാണ് ഈ ഡോണ പൗല. ഡോണ എന്ന് പറഞ്ഞത് പോർച്ചുഗീസ് ഭാഷയിൽ മിസ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ ഡോണ പൗല ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കലായിട്ടുള്ള ഒരു ഫിഷർമാനുമായിട്ട് അടുപ്പത്തിലായി. എന്നിട്ട് ആ ഫിഷർമാനെ കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് ഈ വൈസ്രോയുടെ മകൾ ആവശ്യപ്പെടുകയും
വൈസ്രോയ് അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിഷമം കാരണം ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്നും ഈ ഡോണ പൗല ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ സ്ഥലത്തിന് ഡോണ പൗല വ്യൂ പോയിന്റ് എന്ന പേര് വന്നതെന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. വ്യൂ പോയിന്റിലെ കാഴ്ചയൊക്കെ കണ്ട് ക്ഷീണിതനായി നമ്മുടെ രോഹിത് ഇറങ്ങി പോകുന്നത് കണ്ടോ. അങ്ങനെ ഡോണ പൗലയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. ഇനി അടുത്ത ഇവിടെ പഞ്ചമിൽ തന്നെയുള്ള അടുത്ത ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഫൊണ്ടൈനാസ് എന്ന് പറയും. അത് ഒരു പോർച്ചുഗീസ് സ്ട്രീറ്റ് ആണ്. പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചേക്കുന്ന പലതരത്തിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. വളരെ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. ഇനി കണ്ടോ, ഇത് വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. പക്ഷേ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പോർച്ചുഗീസ് ആ ഒരു ആർക്കിടെക്ചറൽ രീതിയിലാണ് ബിൽഡിങ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടനകത്ത് പോർച്ചുഗീസ് കൾച്ചറും അതുപോലെ കൊങ്കൺ കൾച്ചറും രണ്ടും കൂടെ ഉള്ള ഒരു ബ്ലെൻഡാണിത്. നോക്കിയാൽ ബിൽഡിങ്സ് എല്ലാം ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ചിങ്ങനെ നമുക്ക് അകത്തോട്ട് ഇങ്ങനെ നടന്ന് കാണാൻ സാധിക്കും. ഞങ്ങൾ ഒരുപാട് അകത്തോട്ട് പോയില്ല, കാര്യം എല്ലാ ആൾക്കാരും നല്ല ടയേർഡാണ്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ ഇത് കാണാതെ പോകാൻ സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. സൺസെറ്റ് ടൈമിൽ അടൽ സേതു ബ്രിഡ്ജ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പല ടൈപ്പിലുള്ള ക്രൂയിസസ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പം ഈ മണ്ടോവി റിവറിൽ കൂടെ നമുക്കിങ്ങനെ ക്രൂസിൽ പോയിട്ട് വരാൻ സാധിക്കും. ഇവിടെ പല ടൈപ്പ് ക്രൂസസ് അവൈലബിൾ ആണ് കേട്ടോ. നോർമലായിട്ടുള്ള ക്രൂസ് മുതൽ വളരെ അൾട്രാ ലക്ഷറിയസ് ആയിട്ടുള്ള ക്രൂസസ് വരെ അവൈലബിൾ ആണ്. ചിലതിനകത്ത് കാസിനോസ്, അതുപോലെ DJ, പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഫുഡ് എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ക്രൂസസ് അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ ഒരു നോർമൽ ക്രൂസാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ചെറിയ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് ലിക്കറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ ലിക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആണുങ്ങളെല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ഓരോ ചെറിയ ബോട്ടിൽ ബിയർ വാങ്ങിച്ച് ചിൽഡ് ബിയർ വാങ്ങിച്ചിട്ട് ചില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഇനി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ചെറിയ എന്തൊക്കെയോ പ്രോഗ്രാംസും പിന്നെ ഒരു ചെറിയൊരു DJയും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് 1 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് ഡിന്നർ ഇന്ന് കലാംഗുട്ട് ബീച്ചിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ ആ ഒരു ഭംഗി അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തൊക്കെയോ 1-2 പ്രോഗ്രാംസും അതുപോലെ DJയും ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ശ്രീജിത്ത് സാറ് ഡാൻസ് ഫ്ലോർ പൊളിച്ചെടുക്കുന്നത് കണ്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ അതിൻ്റെ ആ ഒരു ഡാൻസ് ഫ്ലോറിൽ പോയി അതിലൊക്കെ ഒന്ന് പങ്കെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ അപ്പർ ഡെക്കിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. കണ്ടോ, പല ടൈപ്പിലുള്ള ക്രൂസസ് ഇങ്ങനെ പോകുന്നത് കണ്ടോ. ചിലത് മൂവ് ചെയ്യുന്ന ടൈപ്പുണ്ട്, ചിലത് മൂവ് ചെയ്യാത്തതുണ്ട്, വിത്ത് കാസിനോസ്. അങ്ങനെ വമ്പൻ പരിപാടികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗോവൻ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ്. ടോട്ടലി കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ആലപ്പിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഹൗസ് ബോട്ട്സ് പോകുന്നത് പോലെയാണ് ഇവിടെ ഇങ്ങനെ ഈ ലക്ഷറി ക്രൂയിസസ് ഒക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ അത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇവിടെ ടൂറിസം ഏത് രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. അടൽ സേതു അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഈ മണ്ടോവി റിവറിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മളിതേ തിരിച്ചെത്തുകയാണ്. ഇനി നമുക്ക് കലാംഗുട്ട് ബീച്ചിൽ പോയിട്ട് ഡിന്നർ കഴിക്കാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂർ ജേണി ഉണ്ട് കേട്ടോ കലാംഗുട്ട് ബീച്ചിലോട്ട്. ആ പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ എല്ലാ ആൾക്കാരും ഹോട്ടലിൽ ഒന്ന് കയറി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ കലാംഗുട്ട് ബീച്ചിലോട്ട് എത്തിയേക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ബീച്ചിലെ തിരക്ക് കണ്ടോ. ഇവിടെ ഇപ്പോഴും നിറയെ ആൾക്കാരിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. ഫുൾ ലൈവായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഈ ഒരു ബീച്ച് സൈഡ് കംപ്ലീറ്റ് കളർഫുള്ളാണ്. ഫുൾ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ബീച്ചാണ്. നോക്കിയ തിരക്ക് കണ്ടില്ലേ.
ഇതാണ് ഇവിടുത്തെ രാത്രി 10 മണിക്കുള്ള ആ ഒരു തിരക്കെന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞേക്കുകയാണ്. ഭയങ്കരമായ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ബീച്ചാണ്. ഇവിടെ പകൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വളരെ കളർഫുള്ളാണ്. ഒരുപാട് ഷാക്കുകളുണ്ട്. അപ്പോൾ ഈ ഷാക്കുകളിൽ ഏതെങ്കിലും ഒരു ഷാക്കിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ പരിപാടി. ശരിക്കും നമ്മുടെ കോളം, ശംഖുമുഖം ബീച്ചസ് അല്ലെങ്കിൽ കേരളത്തിൽ എത്രയോ നല്ല ബീച്ചസ് ഉണ്ട്. അവിടെയൊക്കെ ഇതുപോലെയൊക്കെ ലൈറ്റ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നൈറ്റ് ലൈഫ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉള്ളത്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എത്ര രാത്രിയായി കഴിഞ്ഞാലും ഇവിടെ വളരെ സേഫാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാം, റിലാക്സ് ചെയ്തിരിക്കാം. ഇവിടെ ഇങ്ങനെ ഈ കടൽ തീരത്ത് കണ്ടില്ലേ, തിരയൊക്കെ അടിക്കുന്നുണ്ട്. ഇതുമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഒരു പേടിയും കൂടാതെ ഇവിടെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ബീച്ചസിലൊന്നും നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കത്തില്ല. ഒരു 7 മണി 7:30 മണി കഴിയുമ്പോൾ തന്നെ അവിടെ അൺസേഫ് ആകുകയാണ്. കുക്കയൊക്കെ വലിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുമൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അതുപോലെ ഇവിടെ ബാർ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് ലിക്കേഴ്സും അതുപോലെ ബിയർ, പിന്നെ ഗോവയുടെ തന്നെ തനതായിട്ടുള്ള ഗോവൻ ഫെനി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. ഞാൻ സ്മോക്കിംഗ് അല്ലെങ്കിൽ ലിക്കറിനെ ഒന്നും പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. ഇവിടെ ഇതെല്ലാം ലഭിക്കും എന്നുള്ളത് കൊണ്ട് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായ ഒരു ദിവസമാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ഇത്രയും ചൂട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സമ്മർ ആണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ചൂട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിനിപ്പോൾ രാത്രി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഇനി നാളെ എപ്പോൾ എണീക്കും എന്നുള്ളത് കണ്ടറിയാം. ആ രീതിയിൽ ഞങ്ങൾ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രോഹിത്തിൻ്റെ ഇരിപ്പ് കണ്ടോ, 2 കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തിട്ടേ ആദ്യം മഞ്ഞ കുടിക്കണോ നീല കുടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫുഡ് ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ എല്ലാ ഫുഡും ഒന്നും കാണിക്കുന്നില്ല, അതിനുള്ള ആ ഒരു ശേഷി എനിക്ക് ഇനിയിപ്പോൾ ഇല്ല. ഞങ്ങൾ കുറേ സ്റ്റാർട്ടേഴ്സൊക്കെ ആദ്യം വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കോഴ്സായിട്ട് ഇവിടുത്തെ ഗോവയിലുള്ള സ്പെഷ്യാലിറ്റി ഡിഷസൊക്കെ നമ്മൾ പലതും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. പിന്നെ ഗ്രിൽഡ് ഫിഷ്, 1-2 ഗ്രിൽഡ് ഫിഷ് വാങ്ങിച്ച് കഴിച്ചു. ഫുഡെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാം വെറൈറ്റി ടേസ്റ്റും ആയിരുന്നു. അവിടെ പിള്ളേരും ഒക്കെ ഇപ്പോഴും ഭയങ്കര ഡാൻസും ബഹളമൊക്കെയാണ്. ഇതിപ്പോൾ രാത്രി ഏകദേശം 12:30 മണി കഴിഞ്ഞു. എന്നിട്ടും ഈ ബീച്ചിലെ തിരക്ക് കണ്ടോ, നല്ല വൈബാണ്. ഇപ്പോഴും ഭയങ്കരമായിട്ട് ബീച്ച് ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുകയാണ്. ആരും റൂമിലോട്ടൊന്നും പോകുന്നില്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കുറേ സമയം കൂടെ ഇവിടെ ഈ കടൽക്കാറ്റും ഒക്കെ കൊണ്ടിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലോട്ട് മടങ്ങുന്നത്. ഇഷ്ടമായോ ഗോവൻ കാഴ്ചകൾ? ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ ഗോവ. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ചൂടാണെന്നുള്ളേ ഉള്ളൂ. അത് ഞങ്ങൾ റോങ് ടൈമിലാണ് വന്നേക്കുന്നത്, അതിന്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗോവ ഭയങ്കര വൈബാണ്. അത് പകലാണെന്നുണ്ടെങ്കിലും നൈറ്റ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും രണ്ടും വ്യത്യസ്തമായ കാഴ്ചകളാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഗോവൻ കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. നൈറ്റ് ലൈഫ് ശരിക്കും പൊളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബീച്ചുകളൊക്കെ ഇതുപോലെയൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കോളം, ശംഖുമുഖം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് ബീച്ചസ് ഉണ്ട്. നല്ല നല്ല ബീച്ചസ് നമുക്ക് ഒരുപാടുണ്ട്. ഇതുപോലെയൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ വൈബായിരിക്കും. ഏതായാലും ഗോവൻ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നത്തെ കാഴ്ചകൾ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ഇനി നമുക്ക് നോക്കണം. ഈ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യുക. മറ്റൊരു സൂപ്പർ വീഡിയോ ഗോവൻ സീരീസിലെ പാർട്ട് 3 ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.